മേലാർദ്രമായ യേശുനാഥൻ എന്റെ മേലൊന്നു വിരൽ തൊട്ടുവോ. അവന്റെ ഹിതത്തിന്റെ മർമ്മം എന്ന് പറയുമ്പോൾ അവന്റെ പെർപ്പസ് എന്നാണ്. പെർപ്പസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ആഴമാണ്. അതായത് അവന്റെ ലക്ഷ്യം, അവന്റെ ഉദ്ദേശ്യം, അവന് ഈ പ്രകൃതിയെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും എല്ലാത്തിനെയും കുറിച്ചുള്ള അവന്റെ ലക്ഷ്യം, അവന്റെ ഹിതത്തിന്റെ പദ്ധതി എന്താണ് എന്നുള്ളത് അവൻ നമുക്ക് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു? നമ്മോട് അറിയിച്ചിരിക്കുന്നു, നമ്മോട് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മോട് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ 10ാമത്തെ വാക്യത്തിൽ പറയുന്നു, അത് സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി കൊണ്ട് തന്നെ. അപ്പോൾ എന്തായിരുന്നു ദൈവത്തിൻ്റെ മനസ്സിലെ ആത്യന്തിക പദ്ധതി നമ്മുടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് എന്താണ്? അത് സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്ന കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി കൊണ്ട് തന്നെ. അപ്പോൾ അതാണ് ദൈവത്തിൻ്റെ ഹിതം. ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് വിശദമാക്കാം. എന്നാൽ ഈ മർമ്മത്തെക്കുറിച്ച് പൗലോസ് പറയുമ്പോൾ അതിൻ്റെ 3ാമത്തെ അധ്യായത്തിൽ പറയുന്ന അതോട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം. അതുകൊണ്ടാണ് അതൊന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് നിമിത്തം എഫേഷ്യൻസ് 3ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ, അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിൽ ബദ്ധനായിരിക്കുന്നു. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്ക് ഒരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പറയാണ്, എനിക്കൊരു കാര്യം വ്യക്തമായി. അത് എനിക്ക് ഞാൻ പഠിച്ചെടുത്തൊരു കാര്യമാണെന്നല്ല പറഞ്ഞത്. പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ അറിവെന്നാണ് പറയുന്നത്. പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പറയുന്നത് അറിവെന്നാണ്. പക്ഷെ ഇവിടെ പറയുന്ന അറിവെന്നല്ല, വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു എന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് how that by revelation he made known unto me the mystery. എനിക്ക് വെളിപ്പെടുത്തി തന്നു. അപ്പോൾ ഇത് അറിവല്ല, വെളിപ്പാടാണ്. വെളിപ്പാടെന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടുപിടിക്കുന്ന ഒരു അറിവല്ല ഇത്. പോൾ പറയുന്നത്, ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ പിന്നിലെ കാര്യം എന്ന് കുറച്ചു നേരം ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മളൊക്കെ ചിന്തിച്ചാൽ നമുക്ക് പലതും തോന്നും. പക്ഷെ ഇതങ്ങനെ ചിന്തിച്ച് തോന്നുന്ന കാര്യമല്ല. എന്താണ്? ദൈവം വെളിപ്പാടിനാൽ, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്ന വാക്ക്, വെളിപ്പാട്. അതായത് വെളിപ്പെടുത്തുകയാണ്. ഒരു കാര്യം എനിക്ക് വെളിപ്പെടുത്തി തന്നു. അത് ഞാൻ നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ, ഞാൻ നിങ്ങളോട് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാൻ കഴിയും എന്താണ് ദൈവം എനിക്ക് വെളിപ്പെടുത്തിയ കാര്യം. ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. അതാണ് മർമ്മത്തിൻ്റെ പ്രത്യേകത. അതായത് പൂർവ്വകാലത്തുള്ള ആളുകൾക്ക് അത് വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ ഇപ്പം വെളിപ്പെട്ടു. പക്ഷെ കാലങ്ങളിൽ മനുഷ്യർക്കത് വെളിപ്പെട്ട് കിട്ടിയിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. അതായത് പോൾ പറയുന്നത്, നമ്മൾ പിന്നീട് സമയമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കാം. അവിടെ പറയുന്നത് എന്താണ് മർമ്മം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഴയ കാലത്ത് യഹൂദന്മാരായ ആളുകളൊക്കെ ചിന്തിച്ചിരുന്നത് എല്ലാവരും ഒന്നും സ്വർഗത്തിൽ പോകത്തില്ല, യഹൂദന്മാർ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ എന്നാണ് ചിന്തിച്ചിരുന്നത്. എന്നാൽ എനിക്ക് വെളിപ്പാടിനാൽ ഒരു മർമ്മം വെളിവായി വന്നു. അത് യഹൂദന്മാർക്ക് മാത്രമല്ല രക്ഷയെന്നും ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിന് ശേഷം അപ്പോസ്തലന്മാർ ദൈവസഭയുടെ ആരംഭത്തിൽ അവരുടെ അതായത് അവരുടെ ആത്മീയ ജീവിതം തുടങ്ങുമ്പോൾ പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിന്തിച്ചത് യഹൂദന്മാരായ ആളുകൾക്ക് വേണ്ടി മാത്രമാണ് യേശു കർത്താവ് വന്നെന്നാണ്. പഴയ നിയമത്തിലെ പല വിശുദ്ധന്മാർക്കും മിക്കവർക്കും ഇതൊന്നും വെളിവായിട്ടില്ല. അതായത് ജാതികളുടെ രക്ഷ എന്ന് പറയുന്നത് അവരുടെ മനസ്സിലെ ഒരു ചിന്ത പോലും ആയിരുന്നില്ല. ദൈവം പലപ്പോഴും അത് വെളിപ്പെടുത്താൻ അവരെ നോക്കിയിട്ടുണ്ട്. നിങ്ങൾ ജാതികളുടെ പ്രകാശമാണെന്നൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പറഞ്ഞാലും അവർക്കൊന്നും ഇതങ്ങോട്ട് എന്ത് ചെയ്തിട്ടില്ല, വെളിപ്പെട്ട് കിട്ടിയില്ല. പക്ഷെ ഇപ്പോഴെന്താണ്,
ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൻ്റെ പങ്കാളികളും ആകണം എന്നുള്ള ആ വലിയ മർമ്മം ഇപ്പോൾ എനിക്ക് വെളിപ്പാടായി വന്നിട്ടുണ്ട് എന്ന് പോള് കൃത്യമായിട്ട് പറയുകയാണ്. അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വീണ്ടും 1-ാം അധ്യായത്തിലേക്ക് തന്നെ നമുക്ക് വരുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അവിടെ എന്താണ്? ദൈവസഭ അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൻ്റെ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ള, അതായത് എല്ലാവരും ഒരു ശരീരം യേശുക്രിസ്തുവിൻ്റെ ശരീരമായി തീരണം എന്നുള്ളതായ മർമ്മം എനിക്ക് വെളിപ്പെട്ടു. ഇനി നമുക്ക് 1-ാം അധ്യായത്തിൽ തന്നെ വരാം. ഇവിടെ 1-ാം അധ്യായത്തിൽ നമ്മളെന്താ അവിടെ മർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത്, അത് സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. അപ്പോൾ തീർച്ചയായും ചർച്ചിൻ്റെ കാര്യത്തെക്കുറിച്ച് നമുക്ക് പഠിക്കണം. പക്ഷേ ഇവിടെ അതിനേക്കാൾ ആഴത്തിൽ, ചർച്ചിൻ്റെ ആഴത്തിൽ എന്നല്ല, അതായത് സഭയിൽ ജാതികളും യഹൂദന്മാരും ഒരുമിച്ചുണ്ടായിരിക്കും എന്ന് പറയുന്ന ആ ഒരു ആസ്പെക്റ്റിനപ്പുറത്ത് ഒരു കോസ്മിക് തലത്തിലേക്ക്, അഥവാ ഇവിടെ എന്താണ്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായിത്തീരുക. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് എല്ലാം, അതാണ് ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്. സ്വർഗത്തിലും ഭൂമിയിലുള്ളതൊക്കെയും പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേരുക. അപ്പോൾ സഭയിൽ യഹൂദനും വിജാതീയനും ഒന്നായി ചേരുന്ന കാര്യം, അതാണ് മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറയാം. പക്ഷേ അത് മാത്രമല്ല, യഹൂദനും വിജാതീയനും സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം കൂടെ ഒന്നായി ചേരുന്ന ഒരു സ്റ്റേജ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത്ര വിശാലമായ നിലയിൽ എല്ലാം ക്രിസ്തുവിൽ ഒന്നായി ചേരുന്ന ഒരു അവസ്ഥയാണ് ദൈവത്തിൻ്റെ ആത്യന്തികമായ ഹിതം എന്നുള്ളതാണ് ഇവിടെ പൗലോസ് പറയുന്നത്. എന്താണ് ദൈവം പ്ലാൻ ചെയ്യുന്നത്? എല്ലാം ഒന്നാകണം. എന്തൊക്കെ? എല്ലാ മനുഷ്യരും ഒന്നാകണം, പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഉണ്ടാകണം, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം ക്രിസ്തുവിൽ ഒന്നാകണം. അതിനെ എല്ലാം കൂടെ ഒന്നാക്കുന്നതായ ഒരു സ്റ്റേജ്. എന്നാൽ ഇവിടെ പറയുന്ന വാക്കിനകത്ത് ഒരു വാക്ക് നമ്മളെ ഈ ചിന്തകളെ ഒന്ന് പിടിച്ചു നിർത്തുന്നുണ്ട്. എല്ലാം ക്രിസ്തുവിൽ, അത് സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നാക്കുക. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അവിടെയാണ് പിന്നെയും. അതായത് അവിടെ പറയുന്ന ആ അർത്ഥം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക്, ഈ ഫുൾനെസ് ഓഫ് ടൈമിൽ ഹി മൈറ്റ് ഗ്യാദർ ടുഗദർ ഇൻ വൺ ഓൾ തിങ്സ് ഇൻ ക്രൈസ്റ്റ്, എല്ലാം ഒന്നാക്കുക മാത്രമല്ല, അത് വീണ്ടും ഒന്നാക്കുക എന്ന് പറഞ്ഞൊരു വാക്ക് വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഒന്നാക്കുക എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? നേരത്തെ ഇത് ഒന്നായിരുന്നെന്ന് അതിൻ്റെ അർത്ഥം ഇല്ലേ? നേരത്തെ അത് ഒന്നായിരുന്നു, പക്ഷേ ഇപ്പം എന്ത് ചെയ്തിരിക്കുകയാണ്? വീണ്ടും ഒന്നാക്കുക. വീണ്ടും എന്തിനാണ് ഒന്നാക്കുന്നത്? ഒന്നായിരുന്നതിനൊരു വിഘടനം ഉണ്ടായെങ്കിൽ മാത്രമേ എന്താവശ്യം ഉണ്ടാകുന്നുള്ളൂ? വീണ്ടും ഒന്നാക്കേണ്ടതായ കാര്യം ഉണ്ടാകുന്നുള്ളൂ. അല്ലേ? ഒരു ചങ്ങല പൊട്ടുമ്പോഴല്ലേ അതിനെ വിളക്കി ചേർക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ആവശ്യമില്ലല്ലോ. ഇതുപോലെ ഒരിക്കൽ ഒന്നായിരുന്നു, എന്നാൽ ആ ഒന്നായിരുന്ന സ്റ്റേജിന് ഒരു വ്യതിയാനമുണ്ടായി, ഒരു വിഘടനമുണ്ടായി. അതുകൊണ്ട് ക്രിസ്തുവിൽ അതിനെ വീണ്ടും ഒന്നാക്കുന്ന ഒരവസ്ഥ, അതാണ് ദൈവഹിതത്തിൻ്റെ മർമ്മം. അപ്പം ഈ പദ്ധതിയിൽ നമ്മളും ഭാഗമാണ്. ആ പദ്ധതിയിൽ നമ്മൾ ഭാഗമാകുമ്പോൾ, ഈ പദ്ധതി അറിയാമെങ്കിലുണ്ടല്ലോ, സന്തോഷമായിട്ട് നമുക്ക് ഭാഗമാകാനായിട്ട് പറ്റും. ആ ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ചുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്നറിയാമോ? ഇല്ലെങ്കിലും നമ്മൾ ഇതിനകത്തൊക്കെ കാണും, പക്ഷെ നമുക്ക് ഒരു ബോധ്യം ഉണ്ടാകില്ല. ആ മാസ്റ്റർ പ്ലാൻ എന്താണെന്ന് അറിയുമ്പോഴാണ് ഒരു പ്രത്യേക സുഖമാണത്. പണ്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൊരു ഉദാഹരണമാണ്. ഒരു വ്യക്തി ഇങ്ങനെ ഒരു വലിയൊരു കൺസ്ട്രക്ഷൻ സൈറ്റിലൂടെ ഇങ്ങനെ നടന്നു പോയപ്പോഴത്തേക്ക് ഒരാൾ കല്ല് പൊട്ടിച്ചുകൊണ്ടിരിക്കുക. അയാൾ ചോദിച്ചു, എടാ നീ എന്താണ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഇയാൾക്ക് കണ്ടുകൂടെ, ഞാൻ ഇവിടെ കല്ല് പൊട്ടിക്കുകയല്ലേ. കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ ഇഷ്ടിക ചുമന്നുകൊണ്ട് പോകുന്നു. എടോ ഇയാൾ എന്തായി ചെയ്യുന്നത്? ഇയാൾക്ക് എന്താ കണ്ണില്ലേ? ഞാൻ ഇഷ്ടിക ചുമന്നുകൊണ്ട് പോകല്ലേ, തനിക്ക് കാണത്തില്ലയോ? വേറൊരാൾ വെള്ളം ചുമന്നുകൊണ്ട് പോകുന്നു. ഇയാൾ എന്താണോ കാണിക്കുന്നത്? ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് കൊള്ളാമല്ലോ, വെള്ളവും ചുമന്നുകൊണ്ട് പോകുന്നത് എന്നോട് ചോദിക്കുക എന്തുവാ ചെയ്യുന്നതെന്ന്. ഞാൻ വെള്ളം ചുമന്നുകൊണ്ട് പോവുകയാണ്, തനിക്കറിയില്ലേ? വേറൊരാളോട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വാനം തോണ്ടിക്കൊണ്ടിരിക്കുന്നു, മണ്ണിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നു. ഉടനെ ഇയാളോട് ചോദിച്ചു, നീ എന്താ ചെയ്യുന്നത്? എടാ ഇവിടെ മണ്ണ് കുഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണത്തില്ലേ?
ഇപ്പോൾ ഓരോരുത്തരോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇത് നിനക്ക് കാണത്തില്ലേ എന്നാ ചോദിക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ നോക്കിയപ്പോൾ ഒരാൾ ചട്ടിയിൽ ഈ സിമെൻ്റ് ഇട്ട് അല്ലെങ്കിൽ മണ്ണും ഇതും കൂടി ഇട്ട് ഇങ്ങനെ കോൺക്രീറ്റ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ ഇയാളോട് ചോദിച്ചു, എടോ താനെന്തായി കാണിക്കുന്നത് എന്ന് ചോദിച്ചു. അതെ, ഞാൻ മഹാരാജാവിന് ഒരു കൊട്ടാരം പണിയാണ്, ഞാൻ മഹാരാജാവിന് ഒരു കൊട്ടാരം പണിയാണ്. അല്ലാതെ അയാൾ പറഞ്ഞില്ല എന്ത്, ഞാൻ സിമെൻറ്റും കല്ലും കൂടിട്ട് ഇളക്കുകയാണെന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ടാണ്? ഇത് എന്തിനു വേണ്ടിയാണ്, ഇതിൽ ആത്യന്തികമായി എന്താണ് എന്നുള്ള ഒരു ബോധ്യം ആർക്കുണ്ടായിരുന്നു? ഈ വ്യക്തിക്കുണ്ടായിരുന്നു. ആ ബോധ്യമുള്ള ഒരു വ്യക്തിക്ക് എപ്പോഴും ഉണ്ട്, ഞാൻ ഈ വെറും മണ്ണ് കുഴയ്ക്കുന്നു എന്നുള്ളൊരു ചിന്ത എനിക്ക് ആവശ്യമില്ല. ഇതെന്തിനു വേണ്ടിയാണ്? ആത്യന്തികമായി മഹാരാജാവിന് ഒരു കൊട്ടാരം പണിയുകയാണ് ഞാൻ. അപ്പം ആ പദ്ധതിയെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ചില്ലറ പ്രവൃത്തികൾക്ക് അർത്ഥം ഉണ്ടാകുന്നത്. ഈ നമുക്ക് പലപ്പോഴും ഒരു സന്തോഷവും സമാധാനവും ഒന്നും ഇല്ലാത്തതിൻ്റെ കാര്യം എന്നറിയാമോ? നമ്മളോട് ചോദിക്കുക എവിടെ പോവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും എവിടെ പോവാ, എടപ്പള്ളിക്ക് പോവാ. നമ്മൾ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ പ്ലാനിലാണെന്ന് അറിയുമ്പോഴാണ് എന്തൊരു സന്തോഷമായിരിക്കും അത്, അല്ലേ? ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കുകയാണ് ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ മർമ്മം നിർവഹിക്കപ്പെടുന്നതിൽ ഞാനും ഒരു ഭാഗമാണെന്നുള്ള തിരിച്ചറിവുണ്ടാവുകയാണ്. തിരിച്ചറിവുണ്ടാവുക. അപ്പോൾ പിന്നെ അടുക്കള പണിയെടുത്താൽ പോലും ഞാൻ ദൈവരാജ്യം പണിയാണെന്ന് പറയും, അല്ലേ? എന്ത് ചെയ്യാണ്? ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ എന്ത് ചെയ്യാണ്? ദൈവരാജ്യം പണിയാണ്. കഞ്ഞിയും കറിയും വെക്കുക എന്നുള്ളതായിരിക്കില്ല. കഞ്ഞിയും കറിയും വെക്കുകയാണ് സത്യം. പക്ഷേ ആത്യന്തികമായി ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ ദൈവരാജ്യം പണിയുകയാണ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവരാജ്യം പണിയുന്നതിൻ്റെ ഭാഗമാണെന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാവുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് ഞാനെന്നുള്ള തിരിച്ചറിവാണ് നമുക്കൊരു പീസ് തരുന്നത്. ആളുകൾ എന്തുകൊണ്ടാണെന്നറിയാമോ ഇങ്ങനെ ഓരോ എല്ലാത്തിനും പരാതി പറയുന്ന ആളുകളുണ്ടല്ലോ? എൻ്റെ ബ്രദറെ എന്നാ പറയാനാ, അപ്പോഴത്തേക്ക് ശബ്ദമൊക്കെ അങ്ങ് മാറും. അങ്ങ് മടുത്തു ബ്രദറെ, എന്തോ ഒരു പണി, എന്തുവാ ഇത്, ഒരു സ്വസ്ഥതയില്ലെന്നേ. ഇങ്ങനെയൊക്കെ എന്തിനാ ജീവിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. മനുഷ്യൻ ജീവിക്കുന്നതന്നെ ഒരു സ്വസ്ഥമായിട്ട് ജീവിക്കണ്ടേ? ആ സ്വസ്ഥതയോടുകൂടെ ജീവിക്കണമെങ്കിൽ ഇവൻ ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണെന്നും അതിൻ്റെ ആത്യന്തിക ഫലം എന്താണെന്നുള്ള തിരിച്ചറിവുണ്ടാകണം, അല്ലേ? ഇതെല്ലാം എന്താണ്? ദൈവത്തിൻ്റെ ഹിതമുണ്ട്. എന്താണ്? ക്രിസ്തുവിൽ എല്ലാം പിന്നെയും ഒന്നായി ചേരുക. ഒരു ഹാർമണി സ്റ്റേജാണ്. ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു സ്റ്റേജ്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഒന്നായി ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൺസെപ്റ്റ് നമ്മൾ ആ ബിബ്ലിക്കൽ സെൻസിൽ തന്നെ എടുക്കണം. ഈസ്റ്റേൺ കൺസെപ്റ്റ് എടുക്കരുത്. ഈസ്റ്റേൺ കൺസെപ്റ്റിനെ കുറിച്ച് ഞാൻ പറയാം. പക്ഷേ അതിന് മുമ്പ് ഞാനിവിടെ പറയട്ടെ. ഇവിടെ പറയുന്നത് ഒരിക്കൽ ഇത് അങ്ങനെ ആയിരുന്നു. ഇതിപ്പോൾ കാലസമ്പൂർണതയിൽ എന്ന് പറയുന്നതിന് മുമ്പ്, ഇപ്പൊ കാലസമ്പൂർണതയിൽ ഇതെല്ലാം ഒന്നായിത്തീരണം. എന്നാൽ അതിനു മുമ്പ് ആദിയിൽ എന്ന് പറയുന്ന രണ്ട് കാലഘട്ടത്തെക്കുറിച്ച് ഞാനിവിടെ പറയുകയാണ്. ഒന്ന് ആദിയിൽ, രണ്ട് കാലസമ്പൂർണതയിൽ. ആദി തുടക്കവും കാലസമ്പൂർണത യുഗങ്ങളുടെ അവസാനവുമാണ്. അപ്പോൾ കാലസമ്പൂർണതയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നതിന് മുമ്പ് പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്ക്. ആദിയിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്ക്. ഇൻ ദ ബിഗിനിങ് ആ ആദിയുടെ സമയത്ത്, ക്രിയേഷന്റെ സമയത്ത് എവ്രിതിങ് വാസ് ഇൻ പെർഫെക്റ്റ് ഹാർമണി. എല്ലാം സ്വസ്ഥമായിരുന്നു, എല്ലാം ഒന്നായിരുന്നു, എല്ലാം ഹാർമോണിയസ് ആയിരുന്നു, പെർഫെക്റ്റ് ഹാർമണിയിലായിരുന്നു. അവിടം തൊട്ട് അന്യോന്യ ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾക്ക് ഉടവ് തട്ടുന്നത് വരെയും ഇറ്റ് വാസ് ഇൻ പെർഫെക്റ്റ് ഹാർമണി. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദ്യ ദൈവം ആകാശം സൃഷ്ടിച്ചു, പിന്നെ ഭൂമി സൃഷ്ടിച്ചു എന്നുള്ളതല്ല. ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അവിടുത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയിലെ തന്നെ, യൂണിവേഴ്സിലെ തന്നെ, പ്രകൃതി എന്നല്ല, പ്രപഞ്ചത്തിലെ തന്നെ എല്ലാത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് ദൈവം തൻ്റെ പണി തുടങ്ങിയത്.
യേശുനാഥൻ എന്റെ മേലൊന്നു വിരൽ തൊട്ടുവോ? അത്രമേലാർദ്രമായ യേശുനാഥൻ എന്റെ മേലൊന്നു വിരൽ തൊട്ടുവോ? നീറുമെന്നാത്മാവിലാനന്ദമായി നിർമ്മല സ്നേഹത്തിൻ പ്രതിരൂപമായി. നീറുമെന്നാത്മാവിലാനന്ദമായി നിർമ്മല സ്നേഹത്തിൻ പ്രതിരൂപമായി. അത്രമേലാർദ്രമായ യേശുനാഥൻ എന്റെ മേലൊന്നു വിരൽ തൊട്ടുവോ? പുലർക്കാലെ ശോഭ തൂകി പൂവാടി പുഞ്ചിരിക്കേ, പുലർക്കാലെ ശോഭ തൂകി പൂവാടി പുഞ്ചിരിക്കേ, ഉള്ളിലെ തേക്കണം വാർന്നു പോയൊരു പാഴ്മലരാണെന്റെ ജന്മം. അത്രമേലാർദ്രമായ യേശുനാഥൻ എന്റെ മേലൊന്നു വിരൽ തൊട്ടുവോ? പൊൻതാരവിളക്കുമേന്തി സന്ധ്യാംബരമൊരുങ്ങി നിൽക്കേ, പൊൻതാരവിളക്കുമേന്തി സന്ധ്യാംബരമൊരുങ്ങി നിൽക്കേ, ഉള്ളിലെ മൺവിളക്കണഞ്ഞു പോയൊരു പാഴ്ക്കുടിലാണെന്റെ ജന്മം. അത്രമേലാർദ്രമായ യേശുനാഥൻ എന്റെ മേലൊന്നു വിരൽ തൊട്ടുവോ? അത്രമേലാർദ്രമായ യേശുനാഥൻ എന്റെ മേലൊന്നു വിരൽ തൊട്ടുവോ? നീറുമെന്നാത്മാവിലാനന്ദമായി നിർമ്മല സ്നേഹത്തിൻ പ്രതിരൂപമായി. നീറുമെന്നാത്മാവിലാനന്ദമായി നിർമ്മല സ്നേഹത്തിൻ പ്രതിരൂപമായി. അത്രമേലാർദ്രമായ യേശുനാഥൻ എന്റെ മേലൊന്നു വിരൽ തൊട്ടുവോ?